കൈതപ്പാലം റോഡ് എന്ന് യാഥാർത്ഥ്യമാവുമെന്ന ചോദ്യവുമായി 200ഓളം കർഷകർ. കൈതപ്പാലം റോഡ് എന്ന ആശയവും ആവശ്യവും കടലാസുകളിൽ മാത്രം ഒതുങ്ങുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് ഒട്ടേറെ കുടുംബങ്ങളാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ 19-ാം വാർഡിലെ 200ഓളം വരുന്ന കർഷകരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് കൈതപ്പാലം റോഡ്. 150 ഏക്കർ നെൽകൃഷി ചെയ്യുന്ന താനിയപ്പാടം, പല്ലാർമംഗലം, വില്ലഞ്ചിറ എന്നീ പാടശേഖര സമിതികളുടെ കൃഷിയിടമാണിത്. മുൻ MLA പി ഉണ്ണി ഒറ്റപ്പാലം MLA ആയിരിക്കുന്ന സമയത്ത് കർഷകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കൈതപ്പാലം റോഡിനായി 20 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അന്ന് ആളുകൾക്ക് നടന്നു പോവാൻ തരത്തിലുള്ള വരമ്പിന്റെ വീതിയായിരുന്നു ഉണ്ടായിരുന്നത്. റോഡിനായി സ്ഥലം നൽകാൻ കർഷകർ തയ്യാറായിരുന്നിട്ടും വയൽ നികത്തി റോഡ് പണിയാൻ സാധിക്കില്ല എന്ന നിയമ തടസ്സം കൈതപ്പാലം റോഡ് എന്നത് ഒരു പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നതിന് വഴിയൊരുക്കി. ഇതിനായി അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിക്കാനും കഴിയാതെ പോയി. സമീപത്തെ ശ്രീകുറുമ്പ പുലിയറ ഭഗവതി ക്ഷേത്രത്തിൽ 12 കൊല്ലം കൂടുമ്പോൾ നടത്തുന്ന കളമ്പാട്ടിനോടനുബന്ധിച്ച് മധുകുംഭം കൊണ്ടുവരുന്ന ചടങ്ങിനോടനുബന്ധിച്ചാണ് പാടത്തിന് നടുവിലൂടെയുള്ള വരമ്പിന്റെ വീതി കൂട്ടിയത്. ഒരു പ്രാദേശിക റോഡിന് 3 മീറ്റർ വീതി വേണമെന്നിരിക്കെ നിലവിൽ 5 മീറ്റർ വീതിയിൽ റോഡിനായി കർഷകർ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. വേനൽക്കാലത്ത് എല്ലാവിധ വാഹനങ്ങളും ഈ റോഡിലേക്ക് എത്തുമെങ്കിലും വർഷക്കാലമായാൽ ഇതിനൊന്നും കഴിയില്ല. റോഡ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 200ഓളം കർഷകർക്ക് വാഹന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്യാൻ സാധ്യമാവും. ഇതിനു പുറമെ പാലപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്നും ആരംഭിച്ച ഈ ഭാഗത്ത് റോഡിലേക്ക് ചേരുമ്പോൾ പല്ലാർമംഗലം ലക്കിടി ഭാഗത്തെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാക്കി ഈ റോഡ് ഉപയോഗിക്കാനും കഴിയും. ഇതോടെ പോളി ഗാർഡൻ റോഡിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ സാധിക്കും. പൂരക്കാലത്തുണ്ടാവുന്ന ഗതാഗത കുരുക്കിനും ഈ റോഡ് വരുന്നതോടെ ശാശ്വത പരിഹാരമാവും. ഇനിയും എത്രനാൾ ഫയലിൽ കുരുങ്ങിക്കിടക്കുമെന്നറിയാതെ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ 200ഓളം കർഷകർ. കൈതപ്പാലം റോഡ് യാഥാർത്ഥ്യമാവാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് വാർഡ് കൗൺസിലർ പുഷ്പലത അറിയിച്ചു. നമ്മുടെ വാർഡിൽ ഉൾപ്പെട്ട കൈതപ്പാലം തോട് പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൈതപ്പാലം റോഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ജനങ്ങളുടെ ആവശ്യം നമ്മൾ കഴിഞ്ഞ ടേമിൽ അത് നേതൃത്വത്തെ അറിയിക്കുകയും അങ്ങനെ MLA ഫണ്ട് പാസ്സാവുന്ന സ്ഥിതിയിലേക്ക് എത്തി. പക്ഷേ അത് ഈ വയൽ നികത്തൽ അനുമതി കിട്ടാത്തത് കാരണം ആ ഫണ്ട് ക്യാൻസലാവുകയാണ് ചെയ്തത്. അപ്പോൾ റോഡ് ഇപ്പോൾ കുറച്ച് വീതി കൂട്ടിക്കൊണ്ട് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട്. അത് ഫണ്ട് വെച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമായാൽ നമ്മുടെ ലക്കിടിയെയും KV റോഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇതായിട്ട് റോഡായി മാറിയാൽ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. കാരണം നമുക്കറിയാം, പൂരമൊക്കെ ആകുമ്പോൾ ഒരുപാട് ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലക്കിടി ഭാഗത്തേക്ക് ഈ റൂട്ടിന് ഇപ്പോൾ പല്ലാർമംഗലം ബന്ധിപ്പിച്ചാൽ നല്ലൊരു ഇതാവുന്ന ജനങ്ങളുടെ ആവശ്യം ഞങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത്.